നമസ്കാരം. വാർത്താമഴയിലേക്ക് സ്വാഗതം. വന്യജീവി ആക്രമണത്തിൽ 2 ജീവൻ പൊലിഞ്ഞ വയനാട്ടിൽ മന്ത്രിതല സംഘമെത്തിയത് വിമർശനങ്ങൾക്കിടെയായിരുന്നു. ബേലൂർ മഖനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട അജീഷിന്റെ വീട്ടിൽ മന്ത്രിമാർക്ക് നേരെ രോഷപ്രകടനം. വോട്ടിനു വേണ്ടി മാത്രം വന്നിട്ട് കാര്യമുണ്ടോ എന്നായിരുന്നു അജീഷിന്റെ 4ാം ക്ലാസ് വിദ്യാർത്ഥിയായ മകന്റെ ചോദ്യം. മന്ത്രിസംഘത്തിന് നേരെ UDF പ്രവർത്തകർ കരിങ്കൊടി പ്രതിഷേധം നടത്തി. വിഷയത്തിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ കാര്യക്ഷമമായി ഇടപെടുന്നില്ല എന്നാരോപിച്ച് വയനാട് കളക്ടറേറ്റിന് മുന്നിൽ UDFന്റെ രാപ്പകൽ സമരം തുടരുകയാണ്. കാണാം ഇന്നത്തെ ലീഡ്സ് ടു. ദിവസങ്ങളുടെ മാത്രം ഇടവേളയിൽ വയനാട്ടിൽ കാട്ടാനയാക്രമണത്തിൽ പൊലിഞ്ഞത് 2 ജീവൻ. എന്നിട്ടും ജില്ലയുടെ ചുമതലയുള്ള വനമന്ത്രി പോലും നേരിട്ടെത്താത്തതിൽ വലിയ വിമർശനം തുടക്കം മുതലേ ഉണ്ടായിരുന്നു. അതിനിടെയാണ് മന്ത്രിമാരായ AK ശശീന്ദ്രൻ, K രാജൻ, MB രാജേഷ് എന്നിവർ വന്യജീവി ആക്രമണത്തിന്റെ ഇരകളുടെ വീട് സന്ദർശിക്കാൻ തീരുമാനിച്ചത്. ബേലൂർ മഖനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട അജീഷിന്റെ വീട്ടിലെത്തിയപ്പോൾ മന്ത്രിമാർക്ക് നേരിടേണ്ടി വന്നത് അതിവൈകാരികമായ പ്രതികരണം. മനുഷ്യർക്ക് ആരൊക്കെ വില ഇവിടെ പാക്കത്ത് കാട്ടാനയാക്രമണത്തിൽ കൊല്ലപ്പെട്ട പോളിന്റെയും മൂടക്കൊല്ലിയിൽ കടുവ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട പ്രജീഷിന്റെയും വീടുകൾ മന്ത്രിമാർ സന്ദർശിച്ചു. മാനന്തവാടി രൂപതാ ബിഷപ്പ് മാർ ജോസ് പെരുന്നേടം, മലബാർ മദ്രാസനാധിപൻ മാർ സ്റ്റെഫാനോസ് ഗീവർഗീസ് മെത്രാപ്പൊലീത്ത എന്നിവരുമായി കൂടിക്കാഴ്ച നടത്തി. മന്ത്രിമാർക്ക് നേരെ യൂത്ത് കോൺഗ്രസ്, യൂത്ത് ലീഗ് പ്രവർത്തകരുടെ കരിങ്കൊടി പ്രതിഷേധമുണ്ടായി. വന്യജീവി സംഘർഷം അവസാനിപ്പിക്കാൻ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ഫലപ്രദമായി ഇടപെടുന്നില്ലെന്നാരോപിച്ച് UDFന്റെ രാപ്പകൽ സമരം വയനാട് കളക്ടറേറ്റിന് മുന്നിൽ തുടരുകയാണ്. K മുരളീധരൻ MP യാണ് സമരം ഉദ്ഘാടനം ചെയ്തത്. കാട്ടാനയാക്രമണത്തിൽ കൊല്ലപ്പെട്ടവരുടെ വീടുകൾ രമേശ് ചെന്നിത്തല സന്ദർശിച്ചു. അതിനിടെ അജീഷിന്റെ കുടുംബത്തിന് കർണാടക സർക്കാർ 15 ലക്ഷം രൂപ സഹായധനം പ്രഖ്യാപിച്ചതിനെ BJP കർണാടക ഘടകം എതിർത്തു. വയനാട്ടിൽ രാഹുൽ ഗാന്ധിയെ സഹായിക്കാൻ സിദ്ധരാമയ്യ സർക്കാർ നികുതി പണം ദുരുപയോഗം ചെയ്യുന്നുവെന്നാണ് വിമർശനം. 24 വയനാട്. അതേസമയം വയനാട്ടിലെ വന്യമൃഗശല്യം പരിഹരിക്കാൻ ജനകീയ പങ്കാളിത്തത്തോടെയുള്ള പദ്ധതികൾക്ക് രൂപം നൽകി സർവകക്ഷി യോഗം. 3 മന്ത്രിമാരുടെ സംഘമാണ് പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാൻ വയനാട്ടിലെത്തിയത്. സർവകക്ഷി യോഗത്തിൽ നിന്ന് പ്രതിപക്ഷ ജനപ്രതിനിധികൾ ഇറങ്ങിപ്പോയി. കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രി ഭൂപേന്ദ്ര യാദവ് നാളെ വയനാട് സന്ദർശിക്കും. മന്ത്രിമാരായ K രാജൻ, MB രാജേഷ്, AK ശശീന്ദ്രൻ എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു സർവകക്ഷി യോഗം. വന്യജീവി ശല്യം നിരീക്ഷിക്കാൻ ജില്ലാ കളക്ടറുടെ അധ്യക്ഷതയിൽ ജനകീയ സമിതിക്ക് രൂപം നൽകും. വിവിധ വകുപ്പുകളുടെ സഹകരണത്തോടെ കമാൻഡ് കൺട്രോൾ സെന്റർ തുടങ്ങും. വനവൽക്കരണം, അധിനിവേശ സസ്യനിർമ്മാർജ്ജനം എന്നിവ വേഗത്തിൽ നടപ്പാക്കും. ഇവയുൾപ്പെടെ 27 ഇന മാർഗനിർദ്ദേശങ്ങൾ സർവകക്ഷി യോഗം അംഗീകരിച്ചു. 2 RRTകളും ഇവിടെ സ്ഥിര സംവിധാനങ്ങളായി മാറണം എന്ന് നിശ്ചയിച്ചു. നോഡൽ ഓഫീസറെ ഇപ്പോൾ നിയമിച്ചു. നോഡൽ ഓഫീസർക്ക് കുറെ കൂടി സ്വതന്ത്ര അധികാരവും ഓഫീസും വേണം എന്ന ഒരു പ്രശ്നം ഇന്ന് യോഗത്തിൽ ഉന്നയിക്കപ്പെട്ടു. അത് അനുഭാവപൂർണ്ണം പരിഗണിക്കും എന്ന് ബഹുമാനപ്പെട്ട വനം വകുപ്പ് മന്ത്രി നിശ്ചയിച്ചിട്ടുണ്ട്. വിഷയത്തിൽ രാഷ്ട്രീയം കലർത്തരുതെന്ന് മന്ത്രി MB രാജേഷ്. ഒരു തരത്തിലും ഇതിനെ ദുർബലപ്പെടുത്തുന്ന നടപടികൾ ഉണ്ടാവരുത് എന്ന് എല്ലാവരോടും അഭ്യർത്ഥിക്കുകയാണ്. തെരഞ്ഞെടുപ്പ് വരുമ്പോഴും രാഷ്ട്രീയമായിട്ടുള്ള നേട്ടങ്ങൾക്ക് വേണ്ടിയിട്ട് മറ്റവസരങ്ങൾ ഉപയോഗപ്പെടുത്താം. ഇത് അതിനുപയോഗിക്കേണ്ട ഒരു അവസരമല്ല. ക്രൈസിസിന്റെ ഒരു സമയത്ത് നമ്മളെല്ലാം ഒരുമിച്ച് നിൽക്കേണ്ടതാണ്. പുൽപ്പള്ളിയിലെ പ്രതിഷേധവുമായി ബന്ധപ്പെട്ട കേസുകൾ പിൻവലിക്കണമെന്ന് CPI ആവശ്യപ്പെട്ടു. സർവകക്ഷി യോഗം UDF ബഹിഷ്കരിച്ചു. MLA മാരായ T സിദ്ദീഖ്, IC ബാലകൃഷ്ണൻ എന്നിവർക്കൊപ്പം UDFന്റെ ത്രിതല പഞ്ചായത്ത് അധ്യക്ഷന്മാരും യോഗത്തിൽ നിന്ന് ഇറങ്ങിപ്പോയി. ഈ ജില്ലയിലെ ചാർജുള്ള മന്ത്രി എന്ന നിലയ്ക്ക് അദ്ദേഹം ജില്ലയിൽ വരാതെ ഒരു യോഗം വിളിക്കാതെ ഇന്ന് 2 മന്ത്രിമാരുടെ എസ്കോർട്ടോട് കൂടിയാണ് വനവകുപ്പ് മന്ത്രി ജില്ലയിലെത്തിയിട്ടുള്ളത്. വയനാടിന്റെ സാമൂഹ്യ ജീവിതം വരെ തകർന്നു. സമ്പൂർണ്ണ അരക്ഷിതാവസ്ഥ. ഒരു വീട്ടിലേക്കും തിരിഞ്ഞു നോക്കാത്ത മന്ത്രിയാണ് കേരളത്തിന്റെ വനമന്ത്രി. ആ മന്ത്രിയെ ഇരുത്തി ചർച്ച ചെയ്യാൻ സാധിക്കുമോ? കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രി ഭൂപേന്ദ്ര യാദവിന്റെ നേതൃത്വത്തിലുള്ള സംഘം നാളെ വയനാട് സന്ദർശിക്കും. വന്യമൃഗശല്യം ചർച്ച ചെയ്യാൻ ഡൽഹിയിൽ ചേർന്ന ഉന്നതതല യോഗത്തിലാണ് തീരുമാനം. മനുഷ്യജീവൻ സംരക്ഷിക്കാൻ ആവശ്യമായതെല്ലാം ചെയ്യുമെന്ന് കേന്ദ്രമന്ത്രി വ്യക്തമാക്കി. 24 വയനാട്. മറ്റൊരു പ്രധാന റിപ്പോർട്ടിലേക്ക് വാർത്താമഴ കടക്കുകയാണ്. കള്ളം പൊളിച്ച് കോടതി.
ചണ്ഡീഗഡ് മേയർ തെരഞ്ഞെടുപ്പിൽ BJPക്ക് കനത്ത തിരിച്ചടി. BJP സ്ഥാനാർത്ഥി ജയിച്ചെന്ന വരണാധികാരിയുടെ ഫലപ്രഖ്യാപനം സുപ്രീം കോടതി അസാധുവാക്കി. വീണ്ടും വോട്ടെണ്ണിയ ശേഷം ആം ആദ്മി പാർട്ടി സ്ഥാനാർത്ഥിയെ വിജയിയായി പ്രഖ്യാപിച്ചു. ബാലറ്റിൽ കൃത്രിമം കാണിച്ച വരണാധികാരി അനിൽ മസിഹയ്ക്ക് കാരണം കാണിക്കൽ നോട്ടീസ് നൽകി. സുപ്രീം കോടതി ജനാധിപത്യത്തെ രക്ഷിച്ചെന്ന് ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ പ്രതികരിച്ചു. ചണ്ഡീഗഡ് മേയർ തെരഞ്ഞെടുപ്പിൽ വരണാധികാരി ഗുരുതരമായ ചട്ടലംഘനം നടത്തിയതായി സുപ്രീം കോടതി നിരീക്ഷിച്ചു. ആം ആദ്മി കോൺഗ്രസ് സഖ്യത്തിന് അനുകൂലമായ 8 ബാലറ്റ് പേപ്പറുകൾ അസാധുവാക്കാൻ വരണാധികാരി ബോധപൂർവം ശ്രമിച്ചുവെന്ന് ചീഫ് ജസ്റ്റിസ് വ്യക്തമാക്കി. ബാലറ്റ് പേപ്പറുകളിൽ വരണാധികാരി അടയാളം രേഖപ്പെടുത്തുന്നത് ദൃശ്യങ്ങളിൽ വ്യക്തമാണ്. കോടതിയിൽ നടത്തിയ തെറ്റായ പ്രസ്താവനയുടെ ഉത്തരവാദിത്വം വരണാധികാരി ഏറ്റെടുക്കണമെന്നും ചീഫ് ജസ്റ്റിസ്. അസാധുവാക്കിയ 8 വോട്ടുകൾ കൂടി പരിഗണിച്ചാണ് ആം ആദ്മി സ്ഥാനാർത്ഥി കുൽദീപ് കുമാർ മേയർ സ്ഥാനത്തേക്ക് വിജയിച്ചതായി സുപ്രീം കോടതി പ്രഖ്യാപിച്ചത്. ചട്ടലംഘനത്തിന്റെ പേരിൽ വരണാധികാരിക്ക് കാരണം കാണിക്കൽ നോട്ടീസ് നൽകി. ബാലറ്റ് പേപ്പറുകളും ദൃശ്യങ്ങളും പരിശോധിച്ചാണ് ഹർജിയിൽ സുപ്രീം കോടതി ഉത്തരവ് പുറപ്പെടുവിച്ചത്. ജനാധിപത്യം സംരക്ഷിച്ച സുപ്രീം കോടതിക്ക് ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ നന്ദി പറഞ്ഞു. हम सुप्रीम कोर्ट का बहुत बहुत शुक्रिया अदा करते हैं. ऐसे में सुप्रीम कोर्ट का ये जो फैसला है ये बहुत मायने रखता है जनतंत्र के लिए, और जनतंत्र को बचाने के लिए ये सुप्रीम कोर्ट का फैसला बहुत अहम है. ജനുവരി 30-നാണ് ചണ്ഡീഗഡ് മേയർ തെരഞ്ഞെടുപ്പ് നടന്നതും BJPയുടെ മനോജ് സോങ്കറിനെ ഭരണാധികാരി അനിൽ മസിഹി മേയറായി പ്രഖ്യാപിച്ചതും. 24 ഡൽഹി. അപകീർത്തി കേസിൽ രാഹുലിന് ജാമ്യം. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായ്ക്കെതിരെ അപകീർത്തികരമായ പരാമർശം നടത്തിയെന്ന കേസിൽ രാഹുൽ ഗാന്ധിക്ക് ജാമ്യം. ഭാരത് ജോഡോ ന്യായ യാത്രയ്ക്കിടെ ഉത്തർപ്രദേശിലെ സുൽത്താൻപൂർ കോടതിയിൽ നേരിട്ട് ഹാജരായാണ് രാഹുൽ ജാമ്യമെടുത്തത്. ഭാരത് ജോഡോ ന്യായ യാത്രയ്ക്കിടെ അസമിലുണ്ടായ സംഘർഷത്തിൽ രാഹുൽ ഗാന്ധി ഉൾപ്പെടെ 11 പേർക്ക് അസം ക്രൈം ഇൻവെസ്റ്റിഗേഷൻ വിഭാഗം സമൻസ് അയച്ചു. 2018 നിയമസഭാ തിരഞ്ഞെടുപ്പിനിടെ ബംഗളൂരുവിലെ വാർത്താ സമ്മേളനത്തിൽ അന്ന് BJP ദേശീയ അധ്യക്ഷനായിരുന്ന അമിത്ഷായെ കൊലക്കേസ് പ്രതി എന്ന് വിളിച്ചുവെന്നാരോപിച്ച് BJP നേതാവ് വിജയ് മിശ്ര നൽകിയ മാനനഷ്ട കേസിലാണ് രാഹുൽ ഗാന്ധിക്ക് ജാമ്യം ലഭിച്ചത്. ഭാരത് ജോഡോ ന്യായയാത്രയ്ക്കിടെയാണ് രാഹുൽ കോടതിയിൽ ഹാജരായത്. 25,000 രൂപയുടെ ആൾജാമ്യത്തിലും അതേ തുകയുടെ വ്യക്തിഗത ബോണ്ടിലുമാണ് ജാമ്യം. രാഹുൽ നിരപരാധിയാണെന്നും ഒരു തെറ്റും ചെയ്തിട്ടില്ലെന്നും രാഹുലിന്റെ അഭിഭാഷകൻ കോടതിയെ അറിയിച്ചു. കോടതി ജാമ്യം അനുവദിച്ചതോടെ രാഹുൽ കോടതിയിൽ നിന്നും മടങ്ങി. നേരത്തെ കേസിൽ സമൻസ് അയച്ചിരുന്നെങ്കിലും രാഹുൽ ഗാന്ധി ഹാജരായിരുന്നില്ല. ഭാരത് ജോഡോ ന്യായയാത്രയ്ക്കിടെ പൊതുമുതൽ നശിപ്പിച്ചെന്ന കേസിൽ രാഹുൽ ഗാന്ധിയും KC വേണുഗോപാലും അടക്കം 11 പേർക്ക് അസം പോലീസിന്റെ ക്രൈം ഇൻവെസ്റ്റിഗേഷൻ വിഭാഗം സമൻസ് അയച്ചു. ഫെബ്രുവരി 23-ന് ഗുവാഹത്തിയിൽ CID ഉദ്യോഗസ്ഥർക്ക് മുന്നിൽ ഹാജരാകണമെന്ന് ആവശ്യപ്പെട്ടാണ് സമൻസ്. 24 ഡൽഹി. കർഷക സമരം ഡൽഹിയിലേക്ക് നീങ്ങാനിരിക്കെ കർഷകർക്ക് തിരിച്ചടി. മോട്ടോർ വാഹന നിയമപ്രകാരം ഹൈവേകളിൽ ട്രാക്ടറുകൾ ഉപയോഗിക്കാൻ കഴിയില്ലെന്ന് പഞ്ചാബ് ഹരിയാന ഹൈക്കോടതി ഉത്തരവിട്ടു. ജനങ്ങൾ തടിച്ചുകൂടുന്നില്ല എന്ന് ഉറപ്പുവരുത്തണമെന്ന് പഞ്ചാബ് സർക്കാരിനും കോടതി നിർദ്ദേശം നൽകി. കേന്ദ്ര സർക്കാർ നിർദ്ദേശം കർഷക സംഘടനകൾ തള്ളിയതോടെ പഞ്ചാബ് ഹരിയാന അതിർത്തിയിലെ സമരം ശക്തമാവുകയാണ്. മോട്ടോർ വാഹന ചട്ടമനുസരിച്ച് ട്രാക്ടർ ട്രോളികൾ ഹൈവേകളിൽ ഓടിക്കരുതെന്നാണ് പഞ്ചാബ് ഹരിയാന ഹൈക്കോടതി നിർദ്ദേശം. മൗലികാവകാശങ്ങൾ പോലെ ഭരണഘടനാപരമായ കടമകളും പാലിക്കണമെന്ന് കോടതി നിരീക്ഷിച്ചു. ന്യായമായ നിയന്ത്രണങ്ങൾക്ക് വിധേയമായി ജനങ്ങൾക്ക് പ്രതിഷേധിക്കാൻ അവകാശമുള്ളൂ എന്നും കോടതി ചൂണ്ടിക്കാട്ടി. നേരത്തെ സമരം തടയാൻ ഹരിയാന പോലീസ് സ്വീകരിച്ച നിയന്ത്രണങ്ങളെയും കോടതി വിമർശിച്ചിരുന്നു. 5 വിളകൾക്ക് താങ്ങുവില ഉറപ്പാക്കുമെന്ന കേന്ദ്ര സർക്കാർ നിർദ്ദേശം തള്ളിയ കർഷക സംഘടനകൾ 23 വിളകൾക്കും താങ്ങുവില ഉറപ്പാക്കും വരെ സമരം തുടരുമെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ്. അനുകൂല സമീപനം കേന്ദ്ര സർക്കാർ സ്വീകരിച്ചില്ലെങ്കിൽ നാളെ ഡൽഹിയിലേക്ക് നീങ്ങാനാണ് തീരുമാനം. സർക്കാർ के मंत्री ने कहा था भी जो मांगे अभी रह गई है तो किसान लीडर भी बोलेंगे भी इस प्रस्ताव अच्छा है, तो हमने तो प्रस्ताव रद्द कर दिया. अब अन्य मांगों के ऊपर केंद्र क्या बोल रहा ये सुबह पता चल जाएगा. കൂടുതൽ ട്രാക്ടറുകളുമായി പഞ്ചാബിൽ നിന്നുള്ള കർഷകർ ശംഭുവിലേക്ക് എത്തുന്നുണ്ട്. പോലീസും സർവ്വസന്നാഹവുമായി നിലയുറപ്പിച്ചിരിക്കുകയാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെ സമരവുമായി വീണ്ടും കർഷകർ ഡൽഹിയിലേക്ക് എത്തുന്നതിൽ കടുത്ത സമ്മർദ്ദത്തിലാണ് കേന്ദ്ര സർക്കാർ. 24 ഡൽഹി.
BJPയിൽ ചേരുമെന്ന അഭ്യൂഹങ്ങൾക്കിടെ കോൺഗ്രസിന്റെ യോഗത്തിൽ പങ്കെടുത്ത് മധ്യപ്രദേശ് മുൻ മുഖ്യമന്ത്രി കമൽനാഥ്. ഭാരത് ജോഡോ ന്യായ യാത്രയ്ക്ക് സ്വീകരണം ഒരുക്കുന്നത് ചർച്ച ചെയ്യാൻ മധ്യപ്രദേശ് PCC അധ്യക്ഷൻ ജിത്തു പട്വാരി വിളിച്ച കൂടിയാലോചനാ യോഗത്തിലാണ് കമൽനാഥ് ഓൺലൈനായി പങ്കെടുത്തത്. ബംഗളൂരുവിൽ ആത്മീയ ഗുരുവിനെ കാണാൻ പോയതിനാലാണ് യോഗത്തിൽ ഓൺലൈനായി പങ്കെടുത്തതെന്ന് കമൽനാഥുമായി അടുപ്പമുള്ള നേതാക്കൾ അറിയിച്ചു. കമൽനാഥ് ഒരു കാരണവശാലും കോൺഗ്രസ് വിടില്ല എന്നാണ് നേതാക്കൾ വ്യക്തമാക്കുന്നത്. അതേസമയം മകൻ നകുൽനാഥ് BJPയിൽ ചേർന്നേക്കും. കോൺഗ്രസ് നേതാവ് സോണിയാഗാന്ധി രാജ്യസഭാംഗമായി തെരഞ്ഞെടുക്കപ്പെട്ടു. രാജസ്ഥാനിൽ നിന്നാണ് സോണിയാഗാന്ധി എതിരില്ലാതെ തെരഞ്ഞെടുക്കപ്പെട്ടത്. 25 വർഷമായി ലോക്സഭാംഗമായ സോണിയാഗാന്ധി അനാരോഗ്യത്തെ തുടർന്നാണ് ഇത്തവണ പൊതു തെരഞ്ഞെടുപ്പിൽ നിന്ന് മാറി നിൽക്കാൻ തീരുമാനിച്ചത്. തുടർന്ന് സോണിയാഗാന്ധിയെ രാജ്യസഭയിൽ എത്തിക്കാൻ കോൺഗ്രസ് തീരുമാനിക്കുകയായിരുന്നു. BJP സ്ഥാനാർത്ഥികളായ ചുന്നിലാൽ ഗസാരിയ, മദൻ റാത്തോർ എന്നിവരും രാജസ്ഥാനിൽ നിന്ന് രാജ്യസഭാംഗങ്ങളായി. പശ്ചിമ ബംഗാളിൽ നിന്ന് തൃണമൂൽ കോൺഗ്രസിന്റെ സാഗരിക ഘോഷ്, സുഷ്മിത ദേവ്, മമത ബാല താക്കൂർ, നദിബൂൾ ഹക്ക് എന്നിവരും രാജ്യസഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടു. വാർത്താമഴയിലേക്ക് വീണ്ടും സ്വാഗതം. ഇപ്പോൾ വരുന്ന ഒരു പ്രധാന റിപ്പോർട്ടിലേക്ക്. തിരുവനന്തപുരം കാരക്കാമണ്ഡപത്ത് വീട്ടിൽ പ്രസവത്തിനിടെ അമ്മയും കുഞ്ഞും മരിച്ചു. കാരക്കാമണ്ഡപത്ത് വാടകയ്ക്ക് താമസിക്കുകയായിരുന്ന ഷമീനയും കുഞ്ഞുമാണ് മരിച്ചത്. നേമം പോലീസ് അന്വേഷണം തുടങ്ങി. അലക്സ് റാം മുഹമ്മദ് വിവരങ്ങൾ നൽകും തിരുവനന്തപുരത്ത്. അലക്സ്, എന്താണ് സംഭവിച്ചത്? വിജയകുമാർ, അതിദാരുണമായ സംഭവമാണ് തിരുവനന്തപുരത്ത് കാരക്കാമണ്ഡപത്തുണ്ടായത്. ഈ 9 മാസം ഗർഭിണിയായിരുന്നു ഷമീന. 35 വയസ്സാണ് ഷമീനയ്ക്ക് മറ്റു 3 കുട്ടികൾ ഉള്ളതായും നമുക്ക് പ്രാഥമിക വിവരം ലഭിച്ചിട്ടുണ്ട്. ഇന്ന് ഉച്ചയ്ക്ക് ഏതാണ്ട് 3 മണിയോടെ ഇവർക്ക് പ്രസവവേദന അനുഭവപ്പെടുകയും കുഞ്ഞിന്റെ തല പുറത്തു വരികയും ചെയ്തു. തുടർന്ന് വീട്ടിൽ തന്നെ പ്രസവിക്കേണ്ട സാഹചര്യം ഉണ്ടായതാണ്. അതിനുശേഷം ഇവർക്ക് കടുത്ത രക്തസ്രാവം ഉണ്ടായി. അങ്ങനെ ആശുപത്രിയിലേക്ക് എത്തിക്കുക വഴി ഷമീനയും കുട്ടിയും മരിച്ചതായാണ് പോലീസ് പറയുന്നത്. നേമം പോലീസ് ഇത് സംബന്ധിച്ച് കേസ് എടുത്തിട്ടുണ്ട്. ഇത് സംബന്ധിച്ച് പല കാര്യങ്ങളും പോലീസ് അന്വേഷിക്കുന്നുണ്ട്. അതായത് ഇവർ വീട്ടിൽ ഒറ്റയ്ക്കായിരുന്നോ എന്നുള്ള കാര്യം പോലീസ് അന്വേഷിക്കുന്നുണ്ട്. ഇവരെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നതിൽ കാലതാമസം ഉണ്ടായോ എന്നുള്ള കാര്യം പോലീസ് അന്വേഷിക്കുന്നുണ്ട്. അതല്ല മറ്റെന്തെങ്കിലും കാരണമാണോ ഇവർ വീട്ടിൽ പ്രസവിക്കാൻ കാരണം എന്നും പോലീസ് അന്വേഷിക്കുന്നുണ്ട്. എന്താണെങ്കിലും അമിതമായ രക്തസ്രാവത്തെ തുടർന്ന് ഷമീനയും അതുപോലെ നവജാത ശിശുവും മരിച്ചു എന്നുള്ളതാണ് വ്യസനകരമായ കാര്യം. ഇവരെ PRS ആശുപത്രിയിലേക്ക് എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. തുടർന്ന് ബന്ധുക്കളെത്തി അല്പം മുമ്പ് ആശുപത്രിയിൽ നിന്ന് മൃതദേഹങ്ങൾ വാങ്ങി പോയിട്ടുണ്ട്. നേമം പോലീസ് എന്താണെങ്കിലും സമഗ്രമായ അന്വേഷണം ഇതുമായി ബന്ധപ്പെട്ട് ആരംഭിച്ചിട്ടുണ്ട്. വിജയകുമാർ, അതിദാരുണമായ ഒരു വിവരമാണ് തിരുവനന്തപുരത്ത് നിന്ന് വരുന്നത്. നേമം പോലീസ് അന്വേഷണം തുടങ്ങി. അലക്സ് റാം മുഹമ്മദാണ് വിവരങ്ങൾ നൽകിയത്. തീരാത്ത ദുരൂഹത. തിരുവനന്തപുരം പേട്ടയിൽ 19 മണിക്കൂറോളം കാണാമറയത്തിരുന്ന കുട്ടി കൊച്ചുവേളിയിലെ പൊന്തക്കാട്ടിലെത്തിയതിൻ്റെ സാധ്യതകൾ തിരയുകയാണ് പോലീസ്. കുട്ടിക്ക് പരിചയമുള്ള സ്ഥലമായതിനാൽ ഒറ്റയ്ക്ക് നടന്നു പോകാനുള്ള സാധ്യത തള്ളിക്കളയുന്നില്ല. CCTV കേന്ദ്രീകരിച്ചുള്ള അന്വേഷണത്തിൽ തട്ടിക്കൊണ്ടുപോകലാണെന്ന് സ്ഥിരീകരിക്കാവുന്ന സൂചനകളൊന്നും ലഭിച്ചില്ല എന്നാണ് പോലീസ് അറിയിക്കുന്നത്. തട്ടിക്കൊണ്ടുപോകൽ സാധ്യതയിൽ ഉറച്ചു മാത്രം അന്വേഷണം നടത്തിയിരുന്ന പോലീസ് വഴിമാറുകയാണ്. കുട്ടിയെ കണ്ടെത്തിയ അറപ്പുര വിളാകത്തെ കാടുപിടിച്ച ചതുപ്പിലും പരിസര പ്രദേശങ്ങളിലും പോലീസ് ഇന്ന് വിശദമായ പരിശോധന നടത്തിയിരുന്നു. ആളുകളുടെ കണ്ണിൽപ്പെടാതിരിക്കാൻ അറപ്പുര വിളാകത്തു നിന്നും ചാക്കയിലേക്കുള്ള ഇടറോഡ് വഴിയെത്തി കുളത്തിന് സമീപത്തുകൂടി കുറ്റിക്കാട്ടിൽ കുഞ്ഞിനെ ഉപേക്ഷിച്ചെന്ന സംശയത്തിൽ CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെ ശേഖരിച്ച് പരിശോധിച്ചു. എന്നാൽ അന്വേഷണത്തെ മുന്നോട്ട് നയിക്കാനുള്ള യാതൊന്നും കിട്ടിയില്ല. മാത്രവുമല്ല, ചില ആളുകളെ കേന്ദ്രീകരിച്ച് നടത്തിയ പരിശോധനയിലും തുമ്പില്ല. കുട്ടി കുറച്ച് ആക്റ്റീവായിട്ട് ഓടുകയും ചാടുകയും ചെയ്യുന്ന കുട്ടിയാണ്. പക്ഷെ എന്നിരുന്നാൽ പോലും ഈ ഒരു സ്ഥലത്ത് എത്രമാത്രം കുട്ടിക്ക് എത്താൻ വേണ്ടി പറ്റുമെന്നുള്ളത് അപ്പോഴും ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ്. അപ്പോൾ അത് ആദ്യം കുട്ടിയുടെ സൈക്കോളജിക്കൽ കൗൺസിലിംഗും അതുപോലെ അതിനുശേഷമുള്ള ഫാമിലിയുടെ കൂടുതലായിട്ടുള്ള സ്റ്റേറ്റ്മെന്റുകളും പോലീസ് അന്വേഷിക്കേണ്ടതായിട്ട് വരും. ഇതോടെയാണ് കുട്ടി ഒറ്റയ്ക്ക് നടന്നു പോകാനുള്ള സാധ്യത പോലീസ് പരിശോധിച്ചു തുടങ്ങിയത്. ഇതിനായി ഡോക്ടർമാരടക്കം വിദഗ്ധരുടെ അഭിപ്രായം തേടിയിട്ടുണ്ട്. കുഞ്ഞിന്റെ രക്ഷിതാക്കളും മറ്റും സ്ഥിരമായി കുളിക്കുന്നത് കുട്ടിയെ കണ്ടെത്തിയ സ്ഥലത്തിന് സമീപത്തുള്ള കുളത്തിലാണ്. കുട്ടിക്കും ഈ സ്ഥലം പരിചയമുണ്ട്. കുഴിയിൽ വീഴാതെ ഇറങ്ങാനുള്ള സാധ്യതയും പോലീസ് കണ്ടെത്തി. ഇക്കാര്യത്തിൽ കുഞ്ഞിന്റെ മൊഴി നിർണായകമാകും. SAT ആശുപത്രിയിൽ ചികിത്സയിലുള്ള കുഞ്ഞിന് കാര്യമായ ആരോഗ്യ പ്രശ്നങ്ങളില്ലെന്ന് മെഡിക്കൽ സംഘം അറിയിച്ചു. 24 മണിക്കൂർ നിരീക്ഷണത്തിന് ശേഷം ആരോഗ്യസ്ഥിതി പരിശോധിച്ച് കുഞ്ഞിനെ ഡിസ്ചാർജ് ചെയ്യും. കുട്ടിയുടെ മാനസികാരോഗ്യം വീണ്ടെടുക്കുന്നതിനായി കൗൺസിലിംഗ് ഉൾപ്പെടെ ഉറപ്പാക്കും. കുഞ്ഞിനെ CWC സംരക്ഷണ കേന്ദ്രത്തിലേക്ക് മാറ്റുന്നതടക്കം വിശദമായ കൂടിയാലോചനകൾ നടത്തുമെന്ന് അന്വേഷണ സംഘം വ്യക്തമാക്കി. 24 തിരുവനന്തപുരം.
മാസപ്പടി വിവാദത്തിൽ മുഖ്യമന്ത്രിയോട് 5 ചോദ്യങ്ങളുമായി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ. CMRL കൂടാതെ മറ്റേതൊക്കെ കമ്പനികൾ എക്സാലോജിക്കിന് മാസപ്പടി നൽകിയിട്ടുണ്ട് എന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കണമെന്നാണ് ഒരാവശ്യം. അത്തരം കമ്പനികൾക്ക് നികുതിയുള്ള ഇളവുൾപ്പെടെ ആനുകൂല്യങ്ങൾ നൽകിയോ എന്ന് പ്രതിപക്ഷ നേതാവ് ചോദിച്ചു. തോട്ടപ്പള്ളിയിൽ ധാതുമണൽ കൊള്ളയടിക്കാൻ KSIDC കൂട്ടുനിന്നെന്ന് ഷോൺ ജോർജും ആരോപിച്ചു. മാസപ്പടി വിവാദത്തിൽ കേന്ദ്ര ഏജൻസികൾ കർണാടക ഹൈക്കോടതിയിൽ സമർപ്പിച്ച രേഖകളുടെ അടിസ്ഥാനത്തിലാണ് പ്രതിപക്ഷ നേതാവിന്റെ ചോദ്യങ്ങൾ. മാസപ്പടിയിൽ 2021 ആരംഭിച്ച ED അന്വേഷണം എന്തിനു മറച്ചുവെച്ചുവെന്ന് ചോദിച്ച വി ഡി സതീശൻ അതിന് ഇടനിലനിന്ന BJP നേതാക്കൾക്കും മറുപടി പറയാമെന്ന് കൂട്ടിച്ചേർത്തു. CPM-ഉം BJP-യും തമ്മിലുള്ള ധാരണ പ്രകാരം അല്ലേ ഈ 3 കൊല്ലക്കാലം ഈ സംഭവത്തിൽ എക്സാലോജിക് കമ്പനിയെക്കുറിച്ചുള്ള ED അന്വേഷണം തടസ്സപ്പെട്ടു പോയത്? വേണമെങ്കിൽ അതിന് ഇടനിലക്കാരായി നിന്ന BJP-ക്കാർക്കും ആദ്യത്തെ ചോദ്യത്തിന് വേണമെങ്കിൽ ഉത്തരം നൽകാവുന്നതാണ്. എക്സാലോജിക്കിന് സംഭാവനകൾ നൽകിയ കമ്പനികളെക്കുറിച്ചും അവർക്ക് സർക്കാർ എന്തെങ്കിലും ആനുകൂല്യങ്ങൾ നൽകിയിട്ടുണ്ടോ എന്നും അടുത്ത ചോദ്യം. ഈ എക്സാലോജിക്കിന് മാസപ്പടി കൊടുത്തിരുന്ന ഈ കമ്പനി രജിസ്ട്രാർ ഓഫ് കമ്പനി ബാങ്ക് അക്കൗണ്ട് വഴി തെളിയിച്ച ഈ സ്ഥാപനങ്ങൾക്ക് സംസ്ഥാന സർക്കാർ ഏതെങ്കിലും നികുതി ഇളവ് നൽകിയിട്ടുണ്ടോ എന്ന് വ്യക്തമാക്കുക. CMRL കമ്പനി ഉടമ ശശിധരൻ കർത്തയുടെ ഭാര്യയുടെ സ്ഥാപനമായ എംപവർ ഇന്ത്യ കമ്പനിയിൽ നിന്നും എക്സാലോജിക് സ്വീകരിച്ച വായ്പാ തുക എവിടേക്ക് പോയെന്നതിലും മുഖ്യമന്ത്രിയോട് വ്യക്തത തേടുന്നുണ്ട് പ്രതിപക്ഷ നേതാവ്. ആ ലോൺ എടുത്ത തുകയുടെ ഗണ്യമായ ഭാഗം എക്സാലോജിക്കിൽ എത്തിയിട്ടില്ല. എവിടെ പോയി ബാക്കി പണം എവിടെ പോയി? ഇതിനിടെ തോട്ടപ്പള്ളിയിൽ മണൽ ഖനനത്തിന് അനുമതി നൽകിയത് തുച്ഛമായ വിലയ്ക്കാണെന്നും മുഖ്യമന്ത്രിയുടെ മകൾ വീണ തനിക്കെതിരെ നൽകിയ കേസ് നിയമപരമായി നേരിടുമെന്നും ഷോൺ ജോർജും വ്യക്തമാക്കി. സംസ്ഥാന സർക്കാരിന് വരുമാനമുണ്ടാകേണ്ട ഒരു കാര്യത്തെ KMML ആൻഡ് ഇൻഡസ്ട്രി ഡിപ്പാർട്ട്മെന്റ് KSIDC refused to increase the offered rate. അവർ പറഞ്ഞിട്ടുള്ള അടിസ്ഥാന വില കൊടുക്കുവാൻ അവിടെ തടസ്സം നിന്നത് KSIDC ആണ്. ഈ ഓർഡറിൽ കൃത്യമായി കാണുന്നുണ്ട്. എസ് ശ്രീകാന്ത്, 24 കൊച്ചി. തൊടുപുഴ കോപ്പറേറ്റീവ് ലോ കോളേജിൽ സമരം ചെയ്യുന്ന വിദ്യാർത്ഥികളുമായി ഇടുക്കി സബ് കളക്ടർ അരുണസ് നായർ ചർച്ച നടത്തുകയാണ്. വിദ്യാർത്ഥി സമരം 6 മണിക്കൂർ പിന്നിട്ട് കഴിഞ്ഞു. ഡീൻ കുര്യാക്കോസ് MB കോളേജിലെത്തി. ഇന്റേണൽ മാർക്ക് വിഷയത്തിൽ സമരം ചെയ്ത വിദ്യാർത്ഥികളെ സസ്പെൻഡ് ചെയ്യാനുള്ള തീരുമാനം മാനേജ്മെന്റ് പിൻവലിച്ചു. എന്നാൽ പ്രിൻസിപ്പലിനെ സസ്പെൻഡ് ചെയ്യണമെന്ന ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുകയാണ് വിദ്യാർത്ഥികൾ. രാഹുൽ വിജയൻ ഇടുക്കിയിൽ നിന്ന് വിവരങ്ങൾ നൽകും. രാഹുൽ, ഒരു ഒത്തുതീർപ്പ് സാധ്യത തെളിയുന്നുണ്ടോ? ഇപ്പോൾ സബ് കളക്ടർ എത്തി, MB എത്തി, ജനപ്രതിനിധികളുണ്ട്, പൊതുപ്രവർത്തകരുണ്ട്, വിദ്യാർത്ഥികൾ അവരുടെ നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ്. എന്താണ് അടുത്ത മണിക്കൂറുകളിൽ സംഭവിക്കാൻ പോകുന്നത് അവിടെ? വിജയകുമാർ, സമരം ഈ വിദ്യാർത്ഥികളുടെ പ്രതിഷേധം 6 മണിക്കൂർ പിന്നിട്ടു. പക്ഷേ ഇപ്പോഴും ഒരു സമവായത്തിലേക്ക് എത്തുന്നില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. സബ് കളക്ടർ എത്തിയിട്ടുണ്ട്. അത് വിദ്യാർത്ഥി പ്രതിനിധികളുമായി ചർച്ച നടത്തുകയാണ്. കോളേജ് മാനേജ്മെന്റുമായി ചർച്ച നടത്തുന്നുണ്ട്. പക്ഷേ അതൊന്നും ഒരു സമവായത്തിലേക്ക് എത്തുന്നില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. നേരത്തെ ഈ സസ്പെൻഡ് ചെയ്തിരുന്ന 7 കുട്ടികളുടെ സസ്പെൻഷൻ പിൻവലിച്ചിരുന്നു. പക്ഷേ അതുകൊണ്ട് കാര്യമില്ല. ഈ മാർക്ക് ദാനം നടത്തിയ അല്ലെങ്കിൽ ഒരു കുട്ടിക്ക് മാത്രം ഇന്റേണൽ മാർക്ക് പൂർണ്ണമായും കൊടുത്ത പ്രിൻസിപ്പാളിനെ സസ്പെൻഡ് ചെയ്യണം, അല്ലെങ്കിൽ അവരെ ഈ സർവീസിൽ നിന്ന് പുറത്താക്കണം എന്നതടക്കമുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഇവരുടെ ഈ പ്രതിഷേധ സമരം ഇപ്പോഴും തുടരുന്നത്. 6 മണിക്കൂർ പിന്നിട്ടെങ്കിലും ഈ ഒരു തീരുമാനത്തിൽ നിന്ന് പോയില്ല എങ്കിൽ, അല്ലെങ്കിൽ ഇവരെ സസ്പെൻഡ് ചെയ്തില്ല എങ്കിൽ ഈ പ്രതിഷേധം തുടരും എന്നുള്ളത് തന്നെയാണ് ഇവർ ഉറച്ച നിലപാടായി പറയുകയും ചെയ്യുന്നത്. യെസ്, രാഹുൽ വിജയനാണ് വിവരങ്ങൾ നൽകിയത്. വിദ്യാർത്ഥികളുടെ സമരം ഏതാണ്ട് 6 മണിക്കൂർ പിന്നിട്ട് കഴിഞ്ഞു. ഒരു സമവായത്തിൻ്റെ സാധ്യത തെളിയുന്നുണ്ട്. സബ് കളക്ടർ എത്തിയിട്ടുണ്ട്, ജനപ്രതിനിധികൾ എത്തിയിട്ടുണ്ട്. പക്ഷേ വിദ്യാർത്ഥികൾ അവരുടെ ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുകയാണ്. ചർച്ചകൾ വേഗത്തിൽ പൂർത്തിയാക്കും എന്നാണ് എല്ലാവരും അറിയിച്ചിരിക്കുന്നത്. അട്ടപ്പാടി ആനകട്ടി വട്ടലക്കിയിൽ ജനവാസ മേഖലയിൽ കാട്ടാന ഇറങ്ങി. വീടുകൾക്കിടയിലൂടെ ഓടിയ കാട്ടാനയെ ഇനിയും കാട്ടിലേക്ക് തുരത്താനായിട്ടില്ല എന്നാണ് പാലക്കാട് ബ്യൂറോ റിപ്പോർട്ട് ചെയ്യുന്നത്. നിഖിൽ പ്രമേഷ് വിവരങ്ങൾ നൽകും. ആദ്യം ആ ദൃശ്യം കാണാം. കാട്ടാന ജനവാസ മേഖലയിൽ ഇറങ്ങുന്നു, വീടുകൾക്കിടയിലൂടെ ഓടുന്നു. ഇപ്പോഴും അത് ജനവാസ മേഖലയിൽ തുടരുകയാണ്. ആ ദൃശ്യങ്ങളിലേക്ക് ആദ്യം. നിഖിൽ പ്രമേശ്
പ്രമേഷ് വിവരങ്ങൾ നൽകും പാലക്കാട്ട് നിന്ന്. നിഖിൽ, ഇപ്പോഴും ഈ ആന ജനവാസ മേഖലയിൽ തുടരുകയാണോ? വനംവകുപ്പ് ഉദ്യോഗസ്ഥരൊക്കെ അവിടെ എത്തിയിട്ടുണ്ടോ? എന്താണ് മറ്റു വിവരങ്ങൾ? വിജയകുമാർ, ഇന്ന് വൈകിട്ട് 7:30 കൂടിയാണ് വട്ടലക്കി ഭാഗത്തേക്ക് ഈ കാട്ടാൻ എത്തിച്ചേർന്നത്. വട്ടലക്കി എന്നൊക്കെ പറയുമ്പോൾ തുടർച്ചയായി കാട്ടാനക്കൂട്ടം ഇറങ്ങുന്ന മേഖല തന്നെയാണ്. പക്ഷേ അവിടെയുള്ള ആളുകൾ ശബ്ദം വെക്കുമ്പോഴും അതോടൊപ്പം തന്നെ ഈ പടക്കം പൊട്ടിച്ചെറിയുമ്പോഴും ഒക്കെ തന്നെ കാട് കയറുന്നതാണ് അവിടുത്തെ കൊമ്പന്മാരുടെ പതിവ്. എന്നാൽ ഇന്നിപ്പോൾ എത്തിയിട്ടുള്ള കൊമ്പൻ കാട് കയറാതെ അവിടെ തന്നെ നിലയുറപ്പിക്കുന്ന സാഹചര്യമാണ്. ഇന്ന് പതിവിൽ നിന്ന് വ്യത്യസ്തമായി ഉണ്ടായ ഒരു സാഹചര്യം എന്നുള്ളത് വീടുകൾക്ക് സമീപത്തൂടെ, അതായത് ആ വീടുകൾക്കിടയിലൂടെയൊക്കെ ചെറിയ ഗ്യാപ്പാണുള്ളത്. ആ ഗ്യാപ്പിലൂടെയൊക്കെ ഓടുന്ന സാഹചര്യം ഉണ്ടായി. ഇതോടുകൂടി അവിടുത്തെ പ്രദേശവാസികൾ വലിയ ഭീതിയിലായിരിക്കുകയാണ്. സാധാരണഗതിയിൽ ആന ഇറങ്ങിയാൽ വേഗം വനംവകുപ്പിനെ വിവരം അറിയിക്കുന്ന പതിവൊന്നും അവിടെയുള്ള ആളുകൾക്കില്ല. കാരണം അവിടെ ഇറങ്ങുന്ന കൊമ്പന്മാർ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ പെട്ടെന്ന് തന്നെ കാട് കയറാറുണ്ട്. പക്ഷേ ഈ കൊമ്പൻ കാട് കയറാതെ അവിടെ തന്നെ നിലയുറപ്പിക്കുന്ന സാഹചര്യമാണുള്ളത്. ഇപ്പോഴും ഈ മേഖലയിൽ തന്നെ ഈ കാട്ടാനയുടെ സാന്നിധ്യമുണ്ട്. അതിനെ ഓടിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ ഇപ്പോൾ വനപാലകരും നാട്ടുകാരും ചേർന്ന് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ കൊമ്പനെ കാട് കയറ്റാനുള്ള നീക്കങ്ങൾ വനവകുപ്പും അതോടൊപ്പം തന്നെ നാട്ടുകാരും ചേർന്ന് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. RRT സംഘം സസൂക്ഷ്മം ഈ കൊമ്പനെ നിരീക്ഷിക്കുന്നുണ്ട്. ഇത് എന്തുകൊണ്ടാണ് കാട് കയറാതെ എങ്ങനെ മണിക്കൂറുകളോളമായി ഇവിടെ തന്നെ നിലയുറപ്പിക്കുന്നത് എന്നുള്ള കാര്യമാണ് ഇപ്പോൾ RRT നിരീക്ഷിക്കുന്നത്. രാത്രിയിലായതുകൊണ്ട് തന്നെ ഇതിനെ ഓടിച്ച്, അതായത് പടക്കം പൊട്ടിച്ചും മറ്റും കാട് കയറ്റുക എന്നുള്ളത് ഏറെ പ്രയാസകരമായിട്ടുള്ള കാര്യവുമാണ്. അതുകൊണ്ട് തന്നെ വളരെ നിർണായകമാണ് ഈ കടന്നു പോകുന്ന സമയങ്ങൾ. അവിടെയുള്ള ആളുകൾ വലിയ ഭീതിയിലായിരിക്കുന്നു. നമുക്ക് ദൃശ്യങ്ങളിൽ തന്നെ കാണാൻ കഴിയും. ഈ ഒറ്റയാൻ ഇവിടെ ജനവാസ മേഖലയിൽ ഇറങ്ങി അവിടെ ആളുകളെ ആക്രമിക്കാൻ ശ്രമിക്കുകയോ അല്ലെങ്കിൽ കൃഷി നശിപ്പിക്കുകയോ ആ നിലയിൽ എന്തെങ്കിലുമൊക്കെ ഒരു അക്രമാസക്തനായി ആണോ പെരുമാറുന്നത്? ജനങ്ങളുടെ വലിയ ഭീതിയുള്ള ആരവം കേൾക്കുന്നുണ്ട്. അവിടെ ആനയെ ഓടിക്കാനാണെങ്കിലും വലിയ ആശങ്ക ആ മേഖലയിൽ ഉറപ്പായും ഉണ്ടാകുമല്ലോ. തീർച്ചയായിട്ടും വിജയകുമാർ, നമുക്ക് ദൃശ്യങ്ങളിൽ തന്നെ കാണാൻ കഴിയും. വളരെ വേഗതയിലാണ് ആ വീടുകൾക്ക് പരിസരത്തൂടെ ഈ കൊമ്പൻ ഓടി നടക്കുന്നത്. ഇതുവരെ ആരെയും ആക്രമിച്ചിട്ടില്ല. അതൊരു ആശ്വാസകരമായിട്ടുള്ള കാര്യമാണ്. പക്ഷേ ആ ആനയുടെ പ്രകൃതം പതിവിൽ നിന്ന് വ്യത്യസ്തമാണ് എന്നുള്ളതാണ് ഊര് നിവാസികൾ തന്നെ പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് അവർ വളരെ വേഗത്തിൽ വനംവകുപ്പ് ഉദ്യോഗസ്ഥരെയും RRT സംഘത്തെയും ഒക്കെ വിവരം അറിയിക്കുകയും ഇവർ സംഭവ സ്ഥലത്തെത്തി ഇതിനെ കാട് കയറ്റുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. പക്ഷെ അത് പൂർണ്ണമായി ഇതുവരെ വിജയം കണ്ടിട്ടില്ല. ഒരു ഭാഗത്ത് നിന്ന് ഓടിക്കുമ്പോൾ മറ്റൊരു ഭാഗത്തേക്ക് മാറുന്ന കൊമ്പൻ തിരികെ ഈ ജനവാസ മേഖലയിലേക്ക് തന്നെ മടങ്ങി വന്നുകൊണ്ടിരിക്കുകയാണ്. അതാണ് ആളുകളെ സംബന്ധിച്ചിടത്തോളം ആശങ്കപ്പെടുത്തുന്ന ഒരു സാഹചര്യം. ഈ വീടുകൾക്ക് അരികിലൂടെ പോയതോടുകൂടിയാണ് ഈ ഊര് നിവാസികൾ തന്നെ വലിയ ആശങ്കയിലായത്. കാരണം അവരുടെ വീടിന് തൊട്ടരികിലൂടെ ഈ കൊമ്പൻ ഓടുകയാണ്. സ്വാഭാവികമായിട്ടും ആളുകൾ വലിയ ഭീതിയിലായി. അവർ അതുകൊണ്ട് തന്നെ വലിയ രീതിയിൽ ബഹളം വെച്ചും ഒക്കെ ഇതിനെ കാട് കയറ്റുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അവരുടെ കൈകളിൽ ഉണ്ടായിരുന്ന പടക്കങ്ങളെല്ലാം സാധാരണ അവർ വാങ്ങി വെക്കുന്നതാണ്, അല്ലെങ്കിൽ വനവകുപ്പ് അവർക്ക് നൽകുന്നതാണ്. ഇത്തരത്തിൽ കൊമ്പൻ വരുമ്പോൾ അതിനെ പായിക്കുന്നതിന് വേണ്ടി പടക്കം പൊട്ടിച്ചെറിയാറാണ് പതിവ്. പക്ഷേ ആ പടക്കങ്ങളെല്ലാം തന്നെ തീർന്നിരിക്കുന്നു. കാരണം അത്രയധികം സമയമായി, ഏതാണ്ട് 2 മണിക്കൂറിലധികമായി കൊമ്പന്റെ സാന്നിധ്യം ഈ വട്ടലക്കി മേഖലയിലുണ്ട്. അതുകൊണ്ട് തന്നെ എത്രയും വേഗത്തിൽ ഇതിനെ കാട് കയറ്റണം എന്നുള്ള ആവശ്യം ഇപ്പോൾ വനവകുപ്പ് ഉദ്യോഗസ്ഥരോട് ഈ ഊര് നിവാസികൾ ഉന്നയിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനുള്ള കഠിന പരിശ്രമത്തിലാണ് RRT പ്രവർത്തകരും അതോടൊപ്പം തന്നെ നാട്ടുകാരും. വിജയകുമാർ, ഈ ദൃശ്യങ്ങൾ അട്ടപ്പാടി, ആനക്കട്ടി, വട്ടലക്കിയിലെ ജനവാസ മേഖലയിൽ നിന്നുള്ളതാണ്. അവിടെ കാട്ടാന ഇറങ്ങി വീടുകൾക്കിടയിലൂടെ ഈ ആന ഓടുകയാണ്. അതിനെ കാട്ടിലേക്ക് തുരത്താനായിട്ടില്ല. വനം വകുപ്പ് ഉദ്യോഗസ്ഥരെയൊക്കെ അവർ അറിയിച്ചിട്ടുണ്ട്. ഒരു വലിയ ആശങ്ക ആ മേഖലയിലുണ്ട്. വീടുകൾ അടുത്തടുത്തുണ്ട്, ചെറിയ വഴികളാണ്. അതിനിടയിലൂടെയൊക്കെ ആന പാഞ്ഞു പോവുകയാണ്. ആളുകൾ ബഹളം വെച്ച് ആനയെ ഓടിക്കാൻ ശ്രമിക്കുന്നു. മറ്റൊരു ഭാഗത്തൂടെ ആന തിരികെ വരുന്നു. ഇതാണ് അവിടുത്തെ ഇപ്പോഴത്തെ സാഹചര്യം. നിഖിൽ പ്രമേശാണ് വിവരങ്ങൾ നൽകിയത് പാലക്കാട്ട് നിന്ന്. ലീഗിനെ അനുനയിപ്പിക്കുമോ? ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മുസ്ലിം ലീഗിന് 3ാം സീറ്റ് ലഭിച്ചേക്കില്ല. 2 സീറ്റേ നൽകാനാകൂ എന്ന് കോൺഗ്രസ് നേതൃത്വം അറിയിച്ചുവെന്നാണ് സൂചന. UDF-ലെ സീറ്റ് വിഭജന ചർച്ചകൾ വഴിമുട്ടിയിട്ടില്ലെന്ന് മുസ്ലിം ലീഗ് ദേശീയ ജനറൽ സെക്രട്ടറി PK കുഞ്ഞാലിക്കുട്ടി പ്രതികരിച്ചു. CPI ഈ മാസം 26-നും CPIM ഈ മാസം 27-നും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കും. മറ്റെല്ലാ മുന്നണികളും 20 സീറ്റുകളിലെയും സ്ഥാനാർത്ഥികളെ സംബന്ധിച്ച് ധാരണയിലേക്ക് എത്തുമ്പോൾ UDF-ൽ ഇതുവരെ സീറ്റ് വിഭജനം പോലും പൂർത്തിയാക്കാനായിട്ടില്ല. മുസ്ലിം ലീഗിന്റെ 3ാം സീറ്റ് ആവശ്യത്തിൽ ചർച്ച വഴിമുട്ടി നിൽക്കുകയാണ്. ലീഗിന് 2 സീറ്റേ ഉണ്ടാകൂ എന്ന് കോൺഗ്രസ് നേതൃത്വം അറിയിച്ചിട്ടുണ്ട്. പകരം രാജ്യസഭാ സീറ്റ് നൽകാമെന്നാണ് ധാരണ.
എന്നാൽ ഇത് സമ്മതിക്കാൻ മുസ്ലിം ലീഗ് നേതൃത്വം തയ്യാറായിട്ടില്ല. യോഗത്തിൽ വെച്ച് ഫൈനലൈസ് ചെയ്യും. അത്ര തന്നെ എല്ലാ പാർട്ടികളും ആയിട്ടുള്ളൂ. ഒന്നിലധികം പ്രഖ്യാപിക്കേണ്ട CPI, CPM, കോൺഗ്രസ് ഞങ്ങൾ ഒന്നും പ്രഖ്യാപിച്ചിട്ടില്ല. ലീഗിന് പ്രതീക്ഷ ഉണ്ടോ 3 സീറ്റിൽ ഇപ്പോഴും? അത് നമുക്ക് അങ്ങനെ മറുപടി പറയേണ്ട വിഷയമല്ല. തീരുമാനമാകുമ്പോൾ പറയുന്നതാണ്. കോൺഗ്രസ് മത്സരിക്കുന്ന ആലപ്പുഴ, കണ്ണൂർ സീറ്റുകളിലെ സ്ഥാനാർത്ഥികളെ സംബന്ധിച്ചാണ് ചർച്ചകൾ തുടരുന്നത്. LDF-ൽ സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഈ മാസം 27 പൂർത്തിയാവും. സംസ്ഥാന എക്സിക്യൂട്ടീവിന് ശേഷം CPI 26-നും CPIM 27-നും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കും. സ്ഥാനാർത്ഥികളായി പേരുകൾ പലതും വരുമെന്നും തീരുമാനിക്കുന്നത് പാർട്ടി നേതൃത്വമാണെന്നും CPIM നേതാവ് MV ജയരാജൻ പറഞ്ഞു. വാർത്തകൾ പല പേരും വരും. സ്ഥാനാർത്ഥിയെ തീരുമാനിക്കേണ്ടത് പാർട്ടിയും LDF-ഉമാണ്. BJPയും ഉടൻ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിലേക്ക് കടക്കും. കേരളത്തിലെ കോൺഗ്രസിന്റെ തകർച്ച BJPക്ക് ഗുണം ചെയ്യുമെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രൻ പറഞ്ഞു. 24 തിരുവനന്തപുരം. കേരളത്തിന് ചുട്ടുപൊള്ളുന്നു. സംസ്ഥാനത്തെ ഉയർന്ന ചൂട് കണക്കിലെടുത്ത് 6 ജില്ലകളിൽ നാളെയും യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. 2 മുതൽ 4 ഡിഗ്രി സെൽഷ്യസ് വരെ താപനില വർദ്ധിക്കുമെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. കണ്ണൂർ, എറണാകുളം ജില്ലകളിൽ 36 ഡിഗ്രി സെൽഷ്യസ് വരെയും ചൂട് ഉയരാം. ഈ ജില്ലകളിലാണ് ഇന്നും നാളെയും യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചത്. താപനില വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ ദുരന്ത നിവാരണ അതോറിറ്റി പൊതുജനങ്ങൾക്കായി ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചു. ഉയർന്ന ചൂട്, സൂര്യാഘാതം, നിർജ്ജലീകരണം തുടങ്ങി ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകുമെന്നാണ് മുന്നറിയിപ്പ്. കാട്ടുതീ വ്യാപിക്കാൻ സാധ്യതയുള്ളതിനാൽ വനമേഖലയോട് ചേർന്ന് താമസിക്കുന്നവരും വിനോദസഞ്ചാരികളും ജാഗ്രത പാലിക്കണം. 24 തിരുവനന്തപുരം. റിപ്പോർട്ടോടെ വാർത്താമഴ അവസാനിക്കുന്നു. നാളെ വീണ്ടും കാണാം. ഗുഡ് നൈറ്റ്.